ഇനിയും നമുക്ക് മൂന്നാം അധ്യായമായ കർമ്മയോഗമാണ് പഠിക്കേണ്ടത്. അധ്യായം 3 കർമ്മയോഗം. അധ തൃതീയോധ്യായഃ. അധ തൃതീയോ അധ്യായ കർമ്മയോഗോ നാമഃ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മഥാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജായസി ചേത് കർമ്മണസ്തേ മഥാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, കേശവ, ഹേ കേശവ, കർമ്മണഃ ഫലോന്മുഖമായ കർമ്മത്തെക്കാൾ ബുദ്ധിഹി ബുദ്ധി അഥവാ ജ്ഞാനം തേ അങ്ങേക്ക് ജായസി ശ്രേഷ്ഠതരമാണെന്ന് മതാചേത് അഭിപ്രായമുണ്ടെങ്കിൽ തത്മാം അതുകൊണ്ട് തന്നെ ഘോരേ ഭയാനകമായ കർമ്മണി കർമ്മത്തിൽ കിം നിയോജയസി എന്തിനു നിയോഗിക്കുന്നു? ഭൗതിക ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖസാഗരത്തിൽ മുഴുകിയ അർജുനനെ ഉദ്ധരിക്കാനായി ഭഗവാൻ ആത്മസ്വരൂപം വിവരിച്ചു. തുടർന്ന് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം എന്ന നിലയ്ക്ക് ബുദ്ധിയോഗം ഉപദേശിച്ചു. ആ ഉപദേശം ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉളവാക്കിയേക്കാം. നിഷ്ക്രിയത്വമല്ലേ ബുദ്ധിയോഗത്തിന്റെ കാതൽ എന്ന് അർജുനൻ പോലും സംശയിച്ചുപോയി. ആധ്യാത്മിക ജ്ഞാനത്തിന് ഉന്മുഖമായ ബുദ്ധി കർമ്മനിരതവും സംഘർഷഭരിതവുമായ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയുള്ള തപശ്ചര്യയായി തന്നെ ആരും കരുതിപ്പോകും. ഈ ബുദ്ധിയോഗത്തിന്റെ മറപറ്റി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാമെന്ന് പോലും അർജുനൻ ചിന്തിച്ചു. മാത്രമല്ല അക്കാര്യം വ്യക്തമായി ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു. ഒരു ഉത്തമ ശിഷ്യന്റെ രീതിക്ക് തന്നെ അർജുനൻ തനിക്കുണ്ടായ സംശയം ഭഗവാനോട് ചോദിക്കുകയാണ്. കൃഷ്ണ, ജനാർദ്ദന, അങ്ങ് പറഞ്ഞതൊക്കെ ശ്രദ്ധാപൂർവം കേട്ടപ്പോൾ തോന്നിയ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. കർത്താവും കർമ്മവുമൊന്നും ശേഷിക്കേയില്ലെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഈ യുദ്ധമാകുന്ന നരഹത്യ എന്ന ഘോര കർമ്മത്തിന് അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നത്? അങ്ങ് കർമ്മങ്ങളെയെല്ലാം നിരാകരിക്കുന്നു. ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠമെന്നും വ്യക്തമായി പറഞ്ഞു. ഈ കർമ്മം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കൂട്ടക്കൊല ചെയ്യാൻ അങ്ങ് എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? മനസ്സിലാക്കാൻ വിഷമം തോന്നുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. ബുദ്ധി എന്നിവിടെ പറഞ്ഞത് കേവല ജ്ഞാനത്തെയോ സാങ്ക്യബുദ്ധിയെയോ അല്ല. ബുദ്ധി